ശലം സഹോദരങ്ങളെ, ശബ്ബാത്ത് ശലോം. ഇന്ന് ശബത്താണ്, നമുക്കെല്ലാവർക്കും അതറിയാം അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശബത്ത് ഒരു നിത്യ ഉടമ്പടിയാണ്. അത് നമുക്കെല്ലാം അറിയാം. എങ്ങനെ? വിവാഹം പോലെ. അതായത് വിവാഹം എന്ന ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്ന ഭാര്യയും ഭർത്താവും പരസ്പരം വഞ്ചിക്കാൻ പാടില്ല. വഞ്ചിച്ചു കഴിഞ്ഞാൽ ആ ഉടമ്പടി ബ്രേക്കപ്പ് ആവും അല്ലേ? അതായത് ജീവിച്ചിരുന്നാലും മരിച്ചാലും വിവാഹം എന്ന ഉടമ്പടി ബ്രേക്ക് ആവില്ല. എന്ത്? ഒരാൾ മറ്റൊരാളെ വഞ്ചിക്കുന്ന ആ നിമിഷം വരെ. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ പറയാണ്, ഒരു എൽസി എന്ന് പറയുന്ന ചേച്ചി ജോർജ് ഏട്ടൻ്റെ ഭാര്യയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ജോർജ് ഏട്ടൻ നല്ല ഒരു ദാമ്പത്യമാണ് അവർ ദാമ്പത്യത്തിലാണ് അവർ എങ്കിൽ ഈ ജോർജ് ഏട്ടൻ മരിച്ചു കഴിഞ്ഞാലും അത് ആരാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അത് ജോർജ് ഏട്ടൻ്റെ ഭാര്യ എൽസി ചേച്ചിയാണ് എന്നെല്ലാവരും പറയൂ അല്ലേ? ഏതെങ്കിലും ഒരു പങ്കാളി അതിൽ മരിച്ചാലും ആ ഉടമ്പടിക്ക് ബ്രേക്ക് വരുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ആ ഉടമ്പടിക്ക് ബ്രേക്ക് ആവുന്നത്? രണ്ട് തരത്തിലാണ് വരിക. അതായത് ജോർജ് ഏട്ടൻ മരിച്ചു കഴിഞ്ഞിട്ട് ഈ എൽസി ചേച്ചി വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചു പോയാൽ ആ ഉടമ്പടിക്ക് ബ്രേക്കായി. പിന്നെ രണ്ടാമതായിട്ട് ജോർജ് ഏട്ടൻ ജീവിച്ചിരിക്കെ ഈ എൽസി ചേച്ചി ജോർജ് ഏട്ടനെ ഉപേക്ഷിച്ച് വേറെ ആളുടെ കൂടെ പോകണം. പക്ഷെ അതിനൊരിക്കലും നിയമപരമായിട്ട് വിലയില്ല. അതിന് ചീറ്റിംഗ് എന്ന് പറയും അല്ലേ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇന്ന് ശബത്തായിട്ട് എന്താണ് ഇതൊക്കെ പറയണേന്ന്. സഭ മണവാട്ടിയായിരിക്കെ എന്നും ജീവനുള്ള മണവാളൻ ദൈവമായിരിക്കെ ഈ ഉദാഹരണത്തിന് പ്രസക്തിയില്ലേ കൂട്ടുകാരെ? മനസ്സിലായോ? ഒരിക്കലും മരിക്കാത്ത മണവാളൻ, എന്നും ജീവനുള്ള ദൈവം, അങ്ങനെ ഒരു ഭർത്താവ് ഉണ്ടായിരിക്കെ സഭയ്ക്ക് ആ ഉടമ്പടിയിൽ നിന്ന് ബ്രേക്ക് സംഭവിക്കണമെങ്കിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും? രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണമായിരിക്കണം. അതായത് ചീറ്റിംഗ്. നിങ്ങൾക്കിപ്പോൾ ഏത് ഉടമ്പടി എന്ന് തോന്നിക്കാണു അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നാലാമത്തെ പ്രമാണമായ ശബത്ത്, ഉൽപ്പത്തിയിലെ 7-ാം ദിവസത്തെ സൃഷ്ടിയായ ശബത്ത്, അത് നിത്യ ഉടമ്പടിയാണ്. പുറപ്പാട് 31:16 ഇസ്രായേൽ മക്കൾ തലമുറയായി ശബത്തിന് നിത്യ ഉടമ്പടിയായിട്ട് ആചരിക്കണം. അങ്ങനെ എഴുതിയേക്കാം. ഏശയ്യ 56:6 ഇപ്പം നിങ്ങൾ നേരത്തെ വായിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് പഴയ നിയമമാണ്, അത് ഇസ്രായേൽക്കാരന് എടുത്തു പറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി ഏശയ്യ 56:6 ദൈവത്തിൻ്റെ ഉടമ്പടി മുറുകെ പിടിച്ച് ശബത്ത് ആചരിക്കുന്ന അന്യജാതിക്കാരാ, നിന്നെയും ഞാൻ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുപോകും. എന്നിട്ടോ എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അങ്ങനെ എഴുതിയേക്കാം. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഓഫർ നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. അതിലും വലിയ ഒരു സന്തോഷം വേറെ ഇല്ല അല്ലേ? അപ്പോൾ ഇപ്പോൾ രണ്ടാമത് വായിച്ച ഈ വാക്യം, ആദ്യം വായിച്ചത് ഇസ്രായേൽക്കാരാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടാമത് വായിച്ചതോ അത് ജാതികളായ നമ്മെ കുറിച്ചാണ്. അപ്പം എന്താണ്? ഇസ്രായേൽക്കാർക്ക് മാത്രമല്ല, ജാതികളായ നമുക്കും ശബത്ത് നിത്യ ഉടമ്പടിയാണ്. അപ്പോൾ ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്ന സഭ, ഇപ്പോഴത്തെ സഭയല്ല, അതായത് ആദ്യമ ക്രൈസ്തവർ യഹൂദരായിരുന്നല്ലേ, പിന്നീടാണ് അതിലേക്ക് അന്യജാതികൾ കയറി വന്നത്. പക്ഷെ അവരെയും സഭ സ്വീകരിച്ചു ഇല്ലേ? അപ്പോൾ അന്ന് മുതൽ എന്ന് അന്യജാതിക്കാരൻ സഭയിലേക്ക് വന്നോ, അപ്പോൾ സഭയ്ക്ക് ഉണ്ടായിരുന്ന ആ നിത്യമായ ഉടമ്പടി ഈ അന്യജാതിക്കാരനും ഉത്തരവാദിത്തമുള്ളതാണ് അല്ലേ? അത് പാലിക്കേണ്ടതാണ് അന്യജാതിക്കാരനായാലും. അപ്പോൾ അങ്ങനെ സഭ ശബത്ത് നിത്യ ഉടമ്പടിയായിട്ട് അന്ന് സ്വീകരിച്ചു. പക്ഷെ പിന്നീടാണ് എന്ത് സംഭവിച്ചത്? സഭ തെറ്റിപ്പോയി, വ്യഭിചാരം ചെയ്തു എന്ന് തന്നെ പറയാൻ വേണമെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് ആ തെറ്റ് സംഭവിച്ചത്. അപ്പോൾ കണ്ടവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയ ആ നിമിഷത്തിൽ യഹൂദർക്ക് പെട്ടെന്ന് മനസ്സിലായി. അവർ സഭയെ വിട്ട് അവർ തിരിഞ്ഞുപോയി. കാരണം എന്താ?
സ്വന്തം മക്കൾക്കറിയാം അപ്പൻ്റെ മനസ്സെന്താണ്. അവർ ആബയുടെ സ്വന്തം DNA പാപമില്ലാതെ ആബ വേർതിരിച്ച് കൊണ്ടുവന്ന ഒരു ജനത. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് തെറ്റ് മണത്തറിയാം. അവരുടെ അടുത്ത് ആബ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അച്ചട്ടായിരിക്കണം. ഒരു നിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിപ്പോകില്ല. അപ്പം അതിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചാൽ അവർ ഓടിപ്പോകും. കാരണം അവർക്കറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. പക്ഷേ സഭയ്ക്ക് അവിടെ തെറ്റുപറ്റി. കത്തോലിക്ക സഭ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്ത് വ്യഭിചാരം ചെയ്ത് വേറെ ദൈവങ്ങളുടെ പിന്നാലെ പോയി. അങ്ങനെ ശബത്തിന് ബ്രേക്ക് വന്നു. മനസ്സിലായോ? അപ്പം സ്വന്തം ഭർത്താവ് ജീവനോടെ ഇരിക്കുമ്പോൾ നിത്യ ഉടമ്പടിക്ക് ബ്രേക്ക് വന്ന് വേറെ ദൈവങ്ങളെ അന്വേഷിച്ചു പോയി സഭ. ദൈവവുമായുള്ള നമ്മുടെ പൊക്കിൾക്കൊടി ബന്ധത്തിൻ്റെ അടയാളമാണ് ശബത്ത് അല്ലേ? അപ്പോൾ ആ നിത്യമായ ഉടമ്പടി സഭ തന്നെ തെറ്റിച്ചു. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. ജോർജേട്ടൻ ജീവിച്ചിരിക്കെ എൽസി ചേച്ചി വേറെ ആളുടെ കൂടെ പോയാൽ പിന്നീട് എന്താണ് ഈ എൽസി ചേച്ചിയെ പിന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ജോർജേട്ടൻ ഇല്ലല്ലോ. അതുപോലെ തന്നെ കണ്ട ദൈവങ്ങളുടെ പിന്നാലെ പോയ സഭ ഏകദൈവത്തിൽ നിന്ന് ത്രിയേക ദൈവത്തിലേക്കും പിന്നെ കുറെ വിശുദ്ധന്മാരുടെ വിഗ്രഹത്തിലേക്കും പോയി വ്യഭിചാരിണിയായ സഭ. ആ സഭയെ ദൈവത്തിന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇല്ല. ഞാനിത് ഇത്ര പറയാൻ കാരണം ഒരാളെന്നെ ഉപദേശിക്കാൻ വന്നേക്കാണ്. സഭയ്ക്ക് തെറ്റുപറ്റിക്കഴിഞ്ഞാൽ സഭയിൽ നിന്ന് സഹോദരി സഭയെ തിരുത്തണം, പുറത്തു പോകാതെ. എന്നെ ഉപദേശിക്കുക, സഭയിൽ നിന്നിട്ട് വേണം സഭയെ തിരുത്താൻ, അല്ലാതെ സഭയിൽ നിന്ന് പുറത്തു പോയിട്ടല്ല ഇതൊക്കെ പറയണ്ടേ എന്നോട് പറയാ. അപ്പോൾ സഭയെ നാണം കെടുത്തരുത് സഹോദരി, പുറത്തു നിന്നിട്ടെ എന്നൊക്കെ എന്നെ ഉപദേശിക്കുക. സഭയിൽ നിന്നുകൊണ്ട് വേണം അതിനെ തിരുത്തണം. അതാണ് ഒരു സഭാ പൈതൽ എന്നാണ് അയാൾ എന്നെ ഉപദേശിക്കണേ. ഞാൻ പറഞ്ഞു, ഞാൻ സഭാ പൈതലല്ല, ഞാൻ ദൈവ പൈതലാണ്. വല്ലവൻ്റെയും കൂടെ പോയ സഭ വ്യഭിചാരിണിയെ പിടിച്ചു കൊണ്ടുവന്ന് പരിഗ്രഹിക്കേണ്ട ഗതികേട് എൻ്റെ അബയ്ക്കില്ല. ഞാനിത് പറയുമ്പോൾ 2 വഞ്ചിയിൽ കാലിട്ട് നടക്കുന്ന നാണം കെട്ടവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയാം, ദൈവത്തിനെയും പിശാചിനെയും അല്ലെങ്കിൽ പ്രകാശത്തെയും ഇരുട്ടിനെയും ഒരുമിച്ച് സേവിക്കാനാകില്ല മക്കളെ. പ്രകാശം വന്നാൽ ഇരുട്ടും പോകും, ഇരുട്ട് വന്നാൽ പ്രകാശവും പോകും. അപ്പോൾ വ്യഭിചാരിണിയായ അപ്പോ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന സഭയെ വിട്ടൊഴിഞ്ഞ് പ്രകാശത്തിലേക്ക് വന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങളും പോന്നു. നിന്റെ സ്വന്തം അപ്പനെ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയൂ. അങ്ങനെ അറിഞ്ഞാൽ ശബത്ത് ഉടമ്പടി എടുത്താൽ നിന്റെ സംരക്ഷണം ദൈവം ഏറ്റെടുക്കും. നിന്നെ പോറ്റി പുലർത്തേണ്ട ഉത്തരവാദിത്തം ദൈവത്തിനുള്ളതാണെന്നേ. നിനക്ക് രോഗം വന്നാൽ ദൈവം ഡോക്ടറാകും. നിനക്ക് പ്രശ്നം വന്നാൽ ദൈവം വക്കീലാകും. നിന്നെ പഠിപ്പിക്കാൻ ദൈവം ടീച്ചറാകും. എന്തിന് നീ മരിച്ചാൽ പോലും ആ നിത്യമായ ഉടമ്പടിക്ക് ബ്രേക്ക് സംഭവിക്കില്ല. അത് നിത്യരാജ്യത്തിലും തുടരും. ജീവിച്ചിരിക്കുന്ന കർത്താവിനെ വിട്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ പിന്നാലെ പോയ ക്രിസ്ത്യാനികളെ, ശബത്ത് ഭൂമിയിൽ വേണ്ട, അതിന് പ്രാധാന്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ആചരിക്കാതെ നിത്യരാജ്യത്തിൽ അത് ആചരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന മണ്ടന്മാരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങളെ കാത്തിരിക്കുന്നത് നിത്യരാജ്യമൊക്കെ തന്നെയാണ്, പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. നിത്യ നരകരാജ്യം എന്നാണ് അതിന് പേരിടേണ്ടത്. മനസ്സിലായോ? നല്ലവർ സ്വർഗത്തിലും അല്ലാത്തവർ നരകത്തിലും നിത്യകാലത്തോളം തുടരേണ്ടി വരും, പുതിയ ശരീരവുമായിട്ട്. അപ്പോൾ ശബത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കാനായിട്ട് ഭൂമിയിൽ ചില വിലപ്പെട്ടതൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായ സഹോദരരെ, എൻ്റെ കൂട്ടു സഹോദരരെ, അത് ബന്ധമായാലും കൂട്ടുകാരായാലും സഭ എന്ന് വേണ്ട എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ദൈവം കരുതി വച്ചിരിക്കുന്നത് ചെറിയൊരു ഗിഫ്റ്റല്ല, വലിയ ഗിഫ്റ്റാണ്. ദൈവത്തിൻ്റെ നിത്യ ആലയത്തിൽ കൊണ്ടുവന്ന് ദൈവം നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ദൈവം ഉറപ്പ് തരുന്നു. ശബത്ത് ആചരിക്കുന്ന എൻ്റെ ആത്മീയ സഹോദരരെ, നിങ്ങളെല്ലാവരും ദൈവകൃപയാൽ ആത്മാവിനാൽ സൗഖ്യമായിരിക്കുന്നു എന്ന് വിശ്വസിച്ചു ഒരിക്കൽ കൂടി എല്ലാവർക്കും ശബാത്ത് ശലോം.
ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ വായിൽ വരുന്ന വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ്. അത് നല്ലതായാലും ചീത്തയായാലും നമ്മുടെ നാവിൽ നിന്ന് പോകുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് സഹോദരരെ. ശക്തി പോലെ തന്നെ ദോഷവും ഉണ്ട്. നിങ്ങൾ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം വായിച്ചു നോക്കിക്കോ. അവിടെ യേശുവ പറയുന്നത്, പുറത്തു നിന്ന് മനുഷ്യൻ്റെ അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നിനും അവനെ അശുദ്ധമാക്കുവാൻ കഴിയില്ല. കാരണം എന്താ? അതായത് പ്രധാനമായിട്ടും ഭക്ഷണമാണെന്ന് വിചാരിക്കൂ. അത് വയറ്റിലേക്ക് ചെല്ലുകയും വിസർജ്യമായിട്ട് അത് പുറത്തു പോവുകയും ചെയ്യും അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ചെവിയിലൂടെ കേൾക്കുന്ന എന്തെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലോ? അപ്പോൾ അവിടെയാണ് ബുദ്ധി കൊണ്ട് ആവശ്യം. അതായത് തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ വചനം പറയുന്നത്? പിശാചിന് ഇടം കൊടുക്കരുത്, അവന് എതിർത്ത് നിൽപ്പിൻ, അപ്പോൾ പിശാച് ഓടിപ്പോയിക്കോളുന്ന പറയണേ. അപ്പോൾ നമ്മൾക്ക് സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാം. ഇപ്പോൾ ഒരാൾ വന്നിട്ട് കുശുമ്പ് പറയാ, പരദൂഷണം പറയുകയാണെങ്കിൽ അതിൽ ഇൻട്രസ്റ്റ് ഇല്ല, സോറി എന്ന് പറഞ്ഞ് നമുക്ക് മാറാം. അബദ്ധവശാല് എന്തെങ്കിലും നമ്മൾക്ക് അങ്ങനത്തെ കേൾക്കേണ്ട വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് ചിന്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പുറത്ത് നിന്ന് അകത്തേക്ക് ചെല്ലുന്ന യാതൊന്നിനും നമ്മളെ അശുദ്ധനാക്കാനായിട്ട് കഴിയില്ല. മർക്കോസ് 7:20 പറയാണ്, മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. മനുഷ്യനിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ അതെന്താണ്? അത് ഉത്ഭവിക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അതായത് ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, പിന്നെന്താ, ദുഷ്കർമ്മം, ദൂഷണം, അഹങ്കാരം, മൂഢത എന്ന് വേണ്ട സകല ദോഷങ്ങളെല്ലാം അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യനെ ചീത്തയാക്കുന്നതും നല്ലതാക്കുന്നതും ചുറ്റുപാടുകളല്ല, സാഹചര്യങ്ങളുമല്ല, ഓരോരുത്തരുടെയും ചിന്തയാണ്. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളാണ്. ചിലർ പറയണ കേട്ടിട്ടില്ലേ, ആ സാഹചര്യം അങ്ങനെയായി, അതുകൊണ്ടാണ് ഞാൻ ആ തെറ്റ് ചെയ്തത്. ഒരു സാഹചര്യവും തെറ്റ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല സഹോദരരെ. ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും അതിനെ മറികടന്ന് നമ്മൾ ജയിക്കണം. ഇനി ഉള്ളിൽ എന്താണോ അതാണ് നമുക്ക് വാക്കുകളിലൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വരുന്ന വാക്കുകൾക്ക് അതീവ ശക്തിയുണ്ടെന്നേ. സദൃശ്യവാക്യങ്ങൾ 18:21 എന്താ പറയുന്നേ? മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മനസ്സിലായോ? ആ ഒരു വാക്യത്തിൽ ഒരുപാട് അർത്ഥം കിടക്കുന്നുണ്ട്. അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അതായത് നമ്മുടെ നാവിൽ നിന്ന് ആവർത്തിച്ച് പറയുന്ന ചില കാര്യങ്ങൾ അതിന് സംഭവിക്കാനുള്ള അധികാരമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് സംഭവിക്കും, നല്ലതായാലും ചീത്തയായാലും. നിങ്ങൾക്കറിയാലോ, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചത് ഒറ്റ വാക്കിൽ നിന്നാണ്, ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവമക്കളായ നമുക്കും ദൈവം ആ അധികാരം തന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും പറയുന്നത് അവർക്ക് സംഭവിക്കാനുള്ള അധികാരം. പക്ഷെ ഒരു കാര്യമുണ്ട്, വിശ്വാസം. അതില്ലെങ്കിൽ കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് യേശുവ പറയാൻ, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കും, അത് അനുസരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നാവിൻ്റെ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. 2 രീതിയിൽ നമുക്ക് ഇതിനെ സംഗ്രഹിക്കാൻ പറ്റും. അതായത് നല്ലതും ഉണ്ട്, ചീത്ത കാര്യങ്ങളും ഉണ്ട്. സദൃശ്യവാക്യം 12:18 അവിടെ പറയുന്നുണ്ട്, വാള് കൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കാനും പറ്റും, ജ്ഞാനത്തോടു കൂടെ സംസാരിക്കാനും പറ്റും. അപ്പോൾ 2 രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും. മനസ്സിലായി? അങ്ങനെയാണ് വചനം പറയുന്നത്. അപ്പം അതുപോലെ തന്നെ സദൃശ്യവാക്യങ്ങൾ 15:4 പറയുന്നുണ്ട്, ശാന്തമായ നാവ് ജീവവൃക്ഷമാണ്, വളച്ചൊടിച്ച നാവോ ആത്മാവിനെ തകർക്കുന്നു. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്കുകളുടെ ശക്തി അത് ചിന്തയ്ക്കതീതമാണ്. നാവ് ചെറിയ അവയവമാണല്ലേ,
പക്ഷെ അത് തീക്ക് സദൃശ്യമാണെന്നാണ് പറയുന്നത്. യാക്കോബ് 3:5 മുതൽ വായിച്ചു നോക്കി. അതായത് കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു, നാവും അങ്ങനെ തന്നെ. അപ്പൊ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ല എങ്കിൽ കത്തും. ഒരു മനുഷ്യന് ഈ ലോകത്തിലെ സകല മൃഗങ്ങളെയും മെരുക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്, ശക്തി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മെരുക്കുകയും ചെയ്യുന്നുണ്ട് ദൈവം, അല്ലേ? പക്ഷേ സ്വന്തം നാവിനെ മനുഷ്യർക്ക് ആർക്കും മെരുക്കാനായിട്ട് പറ്റുന്നില്ല. അത് അടങ്ങാത്ത ദോഷമാണ്, മരണകരമായ വിഷം നിറഞ്ഞതാണ്. ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ? അപ്പം അതിനാൽ തന്നെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നാം വായിൽ നിന്ന് പറയുന്ന വാക്കുകൾക്ക് അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ തന്നെ യൂസ്ലെസ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ പറയാമെന്ന് വിചാരിക്കുക, അത് ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കാനിടയുണ്ട്. കാരണം എന്താ? നിങ്ങൾ അറം പറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? കരിനാക്കാണ് എന്നൊക്കെ. അതൊക്കെ നാക്കിൻ്റെ കുഴപ്പമാണോ? അത് നാക്കിൻ്റെ കുഴപ്പമല്ല, നാക്കിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിൻ്റെ കുഴപ്പമാണ്. ഞാൻ മുൻപേ പറഞ്ഞില്ലേ, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. ചില സന്ദർഭങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വയം ശപിക്കും, അല്ലേ? എന്താ പറയുക, ജീവിച്ച് മടുത്തു, നശിച്ച ജീവിതം, മരിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഭയപ്പെടുന്ന ഒരു സാഹചര്യം, അത് സംഭവിക്കും. ഒന്നൊരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കിയേ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പം അതെന്താ? ഓരോരുത്തരും ഭയപ്പെടുന്നത് അവർക്ക് സംഭവിക്കും. അതെന്തുകൊണ്ടാ? നാവിൻ്റെ അധികാരം. നാം ദൈവമക്കളല്ലേ? അപ്പോൾ ദൈവം സ്വന്തം മക്കളെ സൃഷ്ടിച്ചിട്ട് അവരുടെ നാവിൽ ആ അധികാരം വെച്ചിരിക്കുകയാണെന്നേ. പക്ഷേ നമുക്ക് അതിൻ്റെ വില അറിയില്ല എന്നതാണ് സത്യം. നാം നമ്മുടെ ജീവിതത്തെ നോക്കിയിട്ട് പറയണം, ഒരു കാര്യമില്ല, ശപിക്കപ്പെട്ട ജന്മ എൻ്റേത്. അങ്ങനെ ഒരു 10 പ്രാവശ്യം പറഞ്ഞു നോക്കി. ഇങ്ങനെയുള്ള ചീത്ത ചിന്തകൾ, വാക്കുകളൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു മൈൻഡാണെന്ന് വിചാരിക്കുക. നാം ആവർത്തിച്ചത് പറയുമ്പോൾ ആ വാക്കുകൾ നമുക്ക് ചുറ്റും വലം വെച്ച് ആ സാഹചര്യം എങ്ങനെയും സാത്താൻ നമ്മൾക്ക് കൊണ്ടെത്തിക്കും. ആ വാക്ക് വെച്ച് കളിച്ച് സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് ആ സാഹചര്യം കൊണ്ട് എത്തിക്കും. നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ നാവിൽ ചിലത് നിർമ്മിക്കാനും നശിപ്പിക്കാനുള്ള അധികാരത്തെ തന്നിട്ടുണ്ട്. അത് തിരിച്ചറിയാനുള്ള ശേഷി നമുക്ക് വേണമെന്ന് മാത്രം. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. നമ്മൾ ചില സിനിമയിലൊക്കെ മന്ത്രവാദികൾ കണ്ടിട്ടില്ലേ? അതായത് ഒറിജിനലായിട്ടും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയും. ഈ മന്ത്രങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നില്ലേ? അപ്പം അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ദുഷ്ടശക്തി ആയാലും എന്തെങ്കിലും ഒരു കാര്യം ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ സൂക്ഷിച്ചുപയോഗിക്കണം വാക്കുകൾ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:29 കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്നാണ് പറയണേ. പരിശുദ്ധാത്മാവിലാണ് നമുക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഈ വാക്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് നാവിന് വലിയ സ്വാധീനമുണ്ടെന്ന്. മനസ്സിലായോ? അത്ഭുത ശക്തി ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് വാക്കുകൾ മറ്റുള്ളവരെ ജീവിപ്പിക്കാനും മുറിപ്പെടുത്താനും കഴിയുന്ന ശക്തമായ ഒരു സ്വാധീനമുണ്ട്. ദൈവസന്നിധിയിൽ അവയ്ക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. മത്തായി 12:35 ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നാണ് വായ് സംസാരിക്കുന്നത്. നല്ല മനുഷ്യൻ തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യനോ ദുഷ്ടതയും. എന്നാൽ മനുഷ്യ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിനത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നിട്ട് യേശു പറയണം അവിടെ, നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ വാക്കിൻ്റെ ശക്തി ഒന്ന് നോക്കിയേ നിങ്ങൾ. അതിന് നിന്നെ തന്നെ വിധിക്കാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്കാം. നല്ലത് ചിന്തിച്ചാൽ നല്ലതേ വായിൽ നിന്ന് വരും. മനസ്സിലായോ? അപ്പോൾ നല്ലത് സംഭവിക്കും. ഇനി ചീത്ത കുറേ കാര്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നേ എങ്കിൽ ചീത്ത കാര്യങ്ങളെ പുറത്തേക്ക് വരുള്ളൂ. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ നാവിനെ സൂക്ഷിക്കുക.
നാവിൽ നിന്ന് വരുന്ന വാക്കുകളുടെ അധികാരത്തിനെ മനസ്സിലാക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നിടത്താണ് ഇന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് നാവ്, ലാഷോൺ എന്ന് പറയാം. LASHON. നാവിന് ലാഷോൺ എന്ന് പറയും. വാക്കിന് ദവാർ, DAVAR. വായിന് പെ എന്ന് പറയും, PEH. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ നമ്മുടെ നാവിലുള്ള ശക്തി എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ അതനുസരിച്ച് നാവിനെ ഉപയോഗിക്കണം. അതനുസരിച്ച് അധികാരത്തോടു കൂടി ദൈവവചനം വെച്ച് നമ്മൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വെച്ച് നമ്മൾ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടോ ചെയ്താൽ നമുക്കതിനുള്ള ഫലം കിട്ടും. നെഗറ്റീവായ നെഗറ്റീവ് ഫലം കിട്ടും, പോസിറ്റീവായ പോസിറ്റീവ് ഫലം കിട്ടും. അപ്പോൾ എന്നെ ഇതുവരെ ശ്രവിച്ച എല്ലാവർക്കും തോദാ റബ്ബ, ശബ്ബാത്ത് ശലോം, തോദാ.